പാട്ട് പാടിക്കൊണ്ട് നോക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാം കേട്ടോ. അപ്പോൾ എങ്ങോട്ടാന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലോ പദത്തിനൊക്കെ പോയിട്ട് നമ്മുടെ കൂടെ വരാനുള്ള വീണവിടെ അവർ വീണ് അതാരെന്നാ. അപ്പോൾ അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പദത്തിന് പോകാൻ വേണ്ടിയിട്ട്, പദം മീൻസ് വേലിയിറക്കം. അപ്പോൾ വീണ്ടും ഒരു വേലിയിറക്കത്തിന് നമ്മൾ കടലിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നിട്ട് ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങിയില്ല. ഞങ്ങൾ ഷൂ ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് വേണ്ട ഫസ്റ്റ് തന്നെ കോക്കായോ എന്തെന്താ കിടക്കുന്നത്, എന്തോ ഒരു സംഭവം മീനാണോ, മീനിൻ്റെ തൊലിയോ അങ്ങനെ എന്താ കിടക്കുന്നില്ലയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു പദത്തിന് വേണ്ടി പോവല്ലയോ. വേണ്ടേ മറ്റേ സ്റ്റാർ ഫിഷ് ആദ്യം തന്നെ കണ്ടല്ലോ, സ്റ്റാർ ഫിഷിനെ എന്താ കിടക്കുന്നുണ്ടോ. നമ്മളെപ്പോഴും വരുന്ന പോലെ അല്ല കേട്ടോ, ഇന്ന് നല്ലതുപോലെ പദമുണ്ട്, നല്ല വൃത്തിയായിട്ട്. വേണ്ട മീനുകളൊക്കെ ഓടുന്നുണ്ടോ സുൽഫത്തെ, തോണ്ട് ഇഷ്ടം പോലെ. ഇവരെന്തൊക്കെയോ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇത് ആരും കല്ലിട്ടതല്ല സംഭവം. ഇതിനടിയിൽ കൂടെ ഇതുണ്ടല്ലോ, ഇവിടുന്ന് അവിടം വരെ വേണ്ടി ഇങ്ങനെ പോകാം. പക്ഷെ അതിനകത്തൂടെ കയറണ്ട, എന്താണെന്നറിയോ, ചിലപ്പോൾ അത് സ്ലിപ്പാവും കല്ലിനകത്തൂടെ. അപ്പോൾ ഇന്ന് ഞാനുണ്ട്, സുൽഫത്തുണ്ട്, സുൽഫത്തിൻ്റെ ഉമ്മായും ഇത്തായും ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഇന്ന് വേലിയിറക്കത്തിന് കടലിലേക്ക് വന്നത്. ഇവിടെ ഒരു കോക്ക കിടക്കുന്നുണ്ടോ. കുറേ ദിവസം കൂടി വരുമ്പോഴത്തേക്ക് ഭയങ്കര അതല്ല, എപ്പോഴും വരുമ്പം ഇത്രയും വെള്ളം കുറവില്ലായിരിക്കും സുൽഫത്തെ. ഇല്ല, ഇത്രയും വെള്ളം കുറവല്ല, മീൻസ് കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും. ഇത്രയും നല്ല രീതിയിൽ വെള്ളം വറ്റിയല്ല കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിന്ന് ഏറ്റവും തെക്ക് ഭാഗത്തേക്കാണ് വന്നത്. ഇന്നലെ നമ്മൾ വടക്ക് അങ്ങോട്ടൊക്കെ പോയ സമയത്ത് അവിടെ അതുകൊണ്ട് കോടില്ല ഷിപ്പ് വന്ന് കിടക്കുന്നുണ്ട് ദൂരെ. ദൂരെ നമ്മുടെ കോടില്ല ഷിപ്പ് കിടപ്പുണ്ട്. വലിയ മീന നോക്കി നടക്കണേ. നല്ല രീതിയിൽ വെള്ളം വറ്റി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുമ്പത്തെയൊക്കെ വീഡിയോകളിൽ നമ്മൾ കാണിച്ചിട്ടില്ലേ, അപ്പം ഇത്രയും വെള്ളം കുറവല്ലായിരുന്നു, കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് കോക്ക ബീവി അവിടെ പോട്ടെ, നമ്മൾ പതുക്കെ എത്തിക്കോളും. ബീവി എന്ന് വിളിച്ചത് സുൽഫത്തിൻ്റെ ഇത്തായെ സുൽഫത്ത് വിളിച്ചതാട്ടോ. ബീവി ഇയാളല്ലേ ഇപ്പോൾ അവിടെ വീഴാൻ പോയത്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴാൻ നല്ല സാധ്യതയുണ്ട്. ഈ കല്ലിനകത്തൂടെ നടക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്, കാരണം ഇത് നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് എന്തായാലും തെന്നിപ്പോവും. അതാ വീണ് കഴിഞ്ഞാൽ പോയി. വേണ്ടൊരു മീനിനെ കണ്ടോ, പുറകിൽ 2 കണ്ണ് പോലുള്ള പോലെ അല്ലയോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കുറേ പേര് ബാഗും എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് സുൽഫത്തെ. ഇപ്പം ഇതിനകത്തുനിന്ന് ഒരാൾ വീണതേ ഉള്ളൂ, കാരണം ഈ കല്ല് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് എന്തായാലും വീഴും, തെന്നും ഉറപ്പാ. മീനുകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലേ. എന്താ ആന്നോ, ഇവിടെയും കാണത്തില്ലയോ. ഒരു കോക്ക പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടോ.
സുൽഫത്തിൻ്റെ ഉമ്മയും ഇത്തയാണ് ദേ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന കേട്ടോ. അവരെയാണ് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുഞ്ഞു 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 പീക്കിരി മീനുകൾ. വേണ്ട വെള്ളം വറ്റി കിടക്കുമ്പോൾ കൊക്കയെ കണ്ട. ഇത് ഷൂ ഒന്നും ഇട്ടില്ലായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ഷൂ ഇട്ടില്ലയോ? ആന്നാ ഷൂ ഇട്ട പിന്നെ കാലിനകത്തൊന്നും കൊള്ളത്തില്ലല്ലോ. മേലാഫാറിൽ പോകാം. ആന്നാ ഞാൻ പോയി കഴിഞ്ഞ പ്രാവശ്യം. പറ്റി വീണ് പിന്നെ ഫോണിൻ്റെ സ്റ്റിക്ക് പൊട്ടി, ഫോൺ വെള്ളത്തിൽ വീണ്. ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന സംഭവമില്ലേ. കോടില്ല ഷിപ്പ് കിടക്കുന്നുണ്ടാ? നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. സ്റ്റാർ ഫിഷിനെയും കാണുന്നില്ല ഇന്ന്. അവിടെ ഞങ്ങൾ കണ്ടവരെണ്ണ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതോ നോക്കാം അങ്ങോട്ട്. പറ്റില്ല ഇങ്ങനെ മുത്ത് പറക്കി ഇട്ടതുപോലെ അല്ലയോ? നല്ല രസമുണ്ട്. അവരൊന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിച്ചു കൊടുക്കുക. നോക്കാം. വേണ്ട അത് നല്ല രസമുണ്ട്. ഏതാ? അതുകൊണ്ട് കുന്നംകടിയൻ വിഷവാ? ഇല്ല. അവർക്കറിയാം. അവരൊക്കെ എപ്പോഴും വരുന്ന ആൾക്കാരാ. എല്ലാ പദത്തിനും ഇതുപോലെ വരുന്നവരില്ലേ അവര്. അവരെന്തൊക്കെയോ എടുത്തു വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അവർ തന്നെ അങ്ങോട്ട് പോകുന്നു. പിന്നെ അതാ ഞാനും അതല്ലേ ആൾക്കാരുടെ കൂട്ടത്തിലേ വരത്തുള്ളൂ. ഞാൻ സുൽഫത്തിനോട് പറഞ്ഞു ഉമ്മായും എടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ പോകണ്ട. ആണോ എല്ലാവരും ഇട്ടേക്കുന്നോ? നമ്മളൊന്നും കണ്ടില്ല ഇതുവരെ വന്നിട്ട്. അതുകൊണ്ട് ആ കിടക്കുന്ന കറുത്ത സംഭവം അപ്പല് കുത്തുന്നവരെ നമ്മൾ കണ്ടില്ലല്ലോ. ആണ്ട ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നു. ഏതാ? നല്ല രസമുണ്ടല്ലേ? അടിപൊളി. അതെന്തോ സാധനം? എന്താണ്ട് വലിയ അടഞ്ഞിരിക്കുന്ന പോലെ. എല്ലാവരും തോളത്ത് ബാഗും ഒക്കെ ഇട്ട് കണ്ട ഭയങ്കര സെറ്റപ്പിലെല്ലാവരും വന്നേക്കുന്നത്. ഉമ്മാക്ക് അതാണ്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോവാ കേട്ടാ. നമുക്ക് കല്ലിച്ച് കണ്ടില്ലല്ലോ. കിട്ടിയോ? അതാ ഇപ്പം ഇങ്ങോട്ടുള്ള സൈഡിലാന്ന് തോന്നുന്നു കിട്ടുന്നത്. ആണോ? ഇങ്ങോട്ടൊക്കെ മറ്റേ ആണുങ്ങൾ അപ്പൽ കുത്താൻ വരുന്നതാ. ഇതുകൊണ്ട് ഒരാൾ പക്ഷെ ഇതുകൊണ്ട് അവിടെ. ഇത് എത്ര മണി വരെ ഉണ്ടാകും? വേണ്ട സ്റ്റാർ ഫിഷ് എന്തിയേ മെലഞ്ഞ്? എൻ്റെ പൊന്നെ, അയ്യോ അവിടെ മെലഞ്ഞ് കിടക്കുന്നു. അയ്യോ അനങ്ങി. എങ്ങാനും തിരിച്ച് ഇങ്ങോട്ട് വന്നതാണ്ട് സ്റ്റാർ ഫിഷ്. ഇതാ കിടക്കുന്ന സ്റ്റാർ ഫിഷ് ഒരെണ്ണം. പോയി തൊട്ടായിരുന്നോ? ആണോ? സുൽഫത്ത് പോയി മെലഞ്ഞിയൊക്കെ തൊട്ട് നോക്കിയിട്ട് വന്ന്. കാര്യമായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും. എന്തിയേ? ഈ സാധനം ഇത് മറ്റേ കടമത്ത് ദ്വീപിലെ ആ കൊച്ചൊക്കെ കഴിച്ച് അവര് കൊണ്ടുപോയി. ആ കൊച്ചു പൊട്ടിച്ചു കൊണ്ടുപോയി ഒരു ദിവസം. ഇതിപ്പോ തുറക്കുവോ? ഇല്ല. ഈ അടഞ്ഞിരുന്ന നമ്മൾ കൈ വെച്ച തുറന്നില്ല. പക്ഷേ അത് അനങ്ങുന്നുണ്ടോ? ജീവനുള്ളതാ.
അവരിത് കഴിക്കും. ഇതാണ് ഇവിടുത്തെ കക്ക. ഏതാ അതിനകത്ത്? അയ്യോ എന്താണ്ട് ഇരിക്കുന്ന അതിനകത്ത്. അതൊന്നും പോയി കുത്തല്ലേ. അത് വേറെ എന്തോ പോലെ ഇരിക്കുന്നു. വല്ല പാമ്പായിരിക്കും. ബാ എന്തുവാ? എന്താണ്ടത്തിനെ പൊക്കിയെടുത്ത്. സ്റ്റാർ ഫിഷ് ആണത്? അല്ല അല്ല, വേറെന്തോ. അല്ല, എന്താ? അതെന്താ സാധനം? ഇതെന്താ സാധനം? രണ്ടെണ്ണം ഉണ്ട്. ആരും എടുത്തു വെച്ചേക്ക് വന്നോ? സാധനം എന്തിനാ ഉപയോഗിക്കുന്നേ? എന്ത് അതിനകത്ത് ഇറച്ചിയുണ്ടോ? ആണ്ടെന്നാ നടന്നു വരുന്നേ. അയ്യോ, ദാണ്ട കാലൊക്കെ ഉണ്ട് അതിന്. ദാണ്ട് ഇറങ്ങി വരുന്നേ. ഓ, ഇതിനകത്ത് എന്തുവാ കഴിക്കുന്നേ? ദശയുണ്ടോ? ഇത് കൊള്ളാം സംഭവം. ദാണ്ട് വരുന്ന നടന്ന്. ഇത് കൊള്ളാം കേട്ടോ. ഇത് നടക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുവാന്നേ. അയ്യോ, അയാൾ ഭയങ്കര സ്ലോയാ, പക്ഷെ ഇയാൾ ഭയങ്കര സ്പീഡാ. അതാ നോട്ടം നല്ല ഞങ്ങളുടെ വെള്ളം വന്ന് തുടങ്ങി. ഞങ്ങളുടെ അടുത്തോട്ട് വെള്ളം വരാൻ തുടങ്ങി. ഞങ്ങൾ ഇന്നലെ വടക്കോട്ട് പോയേ. എൻ്റെ പൊന്നു, എന്തോ ആൾക്കാരായിരുന്നു അവിടെ എല്ലാം. നല്ല രസമുണ്ട്. അതിനകത്തുനിന്നൊരു മീൻ നല്ല രസമുണ്ട് ഇല്ലയോ? അല്ല അല്ല, തന്നെ കയറിയിരിക്കുമല്ലേ ഇത്. വെള്ളം പറ്റിയപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുവാ കേട്ടോ. കൊള്ളാല്ലയോ? സ്റ്റാർ ഫിഷ് ഇരിക്കുന്ന നോക്കിയേ. കൊള്ളാം സംഭവം ഇരിക്കുന്ന കേട്ടാ. താണ്ട കിടക്കുന്നു വലുത്. വേറൊരു കളർ അല്ലയോ? റബ്ബർ പോലെ ഇരിക്കും. ഇനി നാളെയും കൂടെ ഉള്ളോ ഇത്? ആ ശരിയാ. ഒരു നീല കളറിന്റെ സ്റ്റാർ ഫിഷിന്റെ ഒരു കാല് മാത്രം നണ്ട്. ഒരെണ്ണം മാത്രമേ വെളി വന്നുള്ളൂ. അയ്യോ, മെലിഞ്ഞുണ്ടോ? ആ കറുത്ത സാധനം കാരവി. ആണോ? അല്ലകം. ആ അതിനകത്ത് എന്തോ ഇരിക്കുന്നു. ഈ കല്ല് നോക്കിയേ. ആ വിഷമുള്ള ജീവികൾ ഒത്തിരി ഇതാണ് വരുന്നമ്മാ. എത്ര ആൾക്കാരാ നിൽക്കുന്നത്. എന്തിയേ? അയ്യോ, അവർ അത് ആ സാധനത്തിൻ്റെ എടുത്തോ? ആ അതിനകത്ത് കാണുന്നില്ല. അത് അതിനകത്താ. മറ്റേ സാധനം ഇരിക്കുന്ന കറുപ്പൻ്റെ പൊന്നെ. ആ എപ്പോഴും രണ്ടെണ്ണം ഒരുമിച്ചാ കാണുന്നത്. ആണ്ട് കിടക്കുന്ന അടുത്ത സ്റ്റാർ ഫിഷ്. പക്ഷെ ഇന്നലെ ഒത്തിരി പേരുണ്ടായിരുന്നു. ആരുമില്ല. അതെന്തോ ഇത്? എലഞ്ഞല്ല. എലഞ്ഞൊന്നും അല്ല, വേറെ സാധനമല്ലേ അത്? ഓ അച്ഛാ, ഞാൻ പോയി. ആന്നോ? അല്ല, കാലേ ചുറ്റും. അപ്പോൾ അത് കണ്ട കളിച്ച് കണ്ടോ? ഓ മൈ ഗോഡ്. അപ്പൊ കല്ലിൻ്റെ കൂടെ നടന്നാൽ കിട്ടും. ആ പെട്ടെന്ന് ഇട്. ഇതാണ് സാധനം.
നല്ലതാണോ? ഓ വേണ്ടേ, ഇതാണ് കല്ലിച്ചിന്ന് നമുക്ക് എങ്ങനെ അറിയായിരുന്നു? അപ്പൊ ഇത്രയും വഴി കൂടെ വന്നപ്പോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു കാണും. അപ്പൊ ഇവിടൊക്കെ നോക്കാം, നമുക്ക് കാണുമായിരിക്കും ഇല്ലയോ? ആണ്ട് അതിനപ്പുറത്ത് കിടക്കുന്ന ഫ്ലഷ് ഉണ്ടാവണം ഇല്ലയോ? നിങ്ങളെടുത്ത കല്ലിച്ചി കഴിക്കുന്നതല്ലല്ലോ. എന്തിയാ അത്? അതിനകത്ത് എന്തോ എടുത്ത് പൊരിക്കാൻ ഉണ്ടോ? ആണോ? നടന്നു വരുന്ന പതുക്കെ വരണം. അത് കഴിക്കുന്ന സംഭവം അതാ. ആണോ? നിങ്ങൾക്ക് കല്ലിച്ചി മറ്റേ സംഭവം എത്രണ്ണം കിട്ടി? കല്ലിച്ചി രണ്ടെണ്ണം ഇപ്പഴല്ലേ കിട്ടി തുടങ്ങിയേ? നടക്കുന്ന നോക്കി നടന്നാ മതി, കല്ലിന്റെ മണ്ടയായോണ്ട്. ഇത് നല്ല വലുതല്ലയോ? നോക്കട്ടെ. 3 അല്ല 2 ആ കളറ് മാറുന്നതിനാ പറയുന്നേ. കണ്ട് ആരാ സിൽഫത്ത് ചുമ്മാ ഇങ്ങോട്ട് ഉമ്മാടെ ഇവിടെ വർത്താനം പറഞ്ഞ നടക്കുന്നുണ്ടോ? വെറുതെയാ. എന്താ നോക്കുവാന്ന് ചോദിക്കട്ടെ? മലയാളി, ഹിന്ദി? ആ കൊച്ചു ചെറുക്കനത് കുത്തിക്കൊണ്ട് വരുന്ന കാണാൻ നല്ല രസമുണ്ട്. ഡേ ഒന്ന് കാണിക്കുവോ? ഒക്ടോപ്പസ്. എത്ര ബേട്ടാ? ഒന്ന് കാണിച്ചു തരുവോ? ആര് പിടിച്ചതാ? നീ പിടിച്ചാണോ? നിങ്ങളുടെ വാപ്പ പിടിച്ചാണോ? വാപ്പാണോ അത്? അല്ല, ഒക്ടോപ്പസ്. അവിടെ എന്തുവാ? ഇന്ന് അപ്പല് കിട്ടുന്ന കുറവാന്നോ? ഇന്ന് ആരും ഇല്ലല്ലോ, അപ്പല് കുത്തുന്നവരാരും ഇല്ലല്ലോ. ഇന്നലെ ഒത്തിരി കിട്ടിയിട്ടുണ്ടല്ലേ? ഇന്നലെ എന്താ? കണ്ടോ ഒക്ടോപ്പസിനെ കൊണ്ട്. എന്തോ നോക്കുവാണ് നീ? ഇടയ്ക്ക് പോകുന്ന വഴി എന്തോ നോക്കി പോവാ? അതൊക്കെ എന്താ പേടിയില്ലാതെ പിടിച്ചോണ്ട് പോന്ന് നോക്ക്. आपका नाम क्या? भवन सिंह, मध्य प्रदेश. നോക്കിക്കേ എത്ര ആൾക്കാരാന്ന്. കിടക്കുന്ന അടുത്ത സ്റ്റാർ ഫിഷ്. പാട്ട് പാടിക്കൊണ്ട് നോക്ക്. ആറ് മണി. ഇപ്പൊ നേരത്തെ ഇരുട്ടുന്നില്ലയോ? വെള്ളം വരാറായോ? ഇപ്പഴേ വരുവോ? ഇല്ലല്ലോ. ആണോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. സുലു ഇന്നലെ വന്നു നിങ്ങള്? അവിടുന്ന് വല്ലതും കിട്ടിയേ? ഞങ്ങള് കണ്ടോ? എന്താ കിട്ടിയാല്? ആന്നാ? നാളെ ഉണ്ടാവുമോ ഈ സാധനം? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ പോവാന്നാ? ടാറ്റ. വലൈക്കും അസ്സലാം. വീടരുത് പതുക്കെ. ഉമ്മ
കാർട്ടൂൺസ് ഉണ്ടോ? ചെറുത് എന്താ അല്ലിച്ചി അവളുടെ ഒറിജിനൽ കളിച്ച്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവില്ലയോ? സമയമായി. വെള്ളം ഇനി വന്നു തുടങ്ങാറാവുന്നു. ഇന്ന് വെള്ളം വരാറായോ? തുടങ്ങിയോ? പക്ഷേ സന്ധ്യയായി. അപ്പം ഞങ്ങൾ പോവാം. അപ്പം ഞങ്ങൾക്ക് ആകെ ഒരു കല്ലിച്ച് മാത്രമാണ് കിട്ടിയത്, എന്തായാലും വന്നതിനും വേണ്ടി. അപ്പം ഞങ്ങൾ പോട്ടെ, ടാറ്റ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ സുൽഫത്തിൻ്റെ ഇത്ത. എപ്പോൾ കാണിച്ചു? ഫേസ് കാണിച്ചില്ല, നല്ല കാണിയില്ല. ഇതാണ് സുൽഫത്തിൻ്റെ ഇത്ത, ഇത് സുൽഫത്തിൻ്റെ ഉമ്മ, പിന്നെ ഞാൻ, പിന്നെ സുൽഫത്ത്. ഞങ്ങൾ 4 പേരുടെ ഇന്ന് വന്നതുകൊണ്ട് നടക്കുന്നു സ്റ്റാർട്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് തിരിച്ച് ഇറങ്ങി നടക്കണം. അവിടം വരെ ഇനി ഞങ്ങൾക്ക് നടന്ന് പോയിട്ട് നമ്മൾ പക്ഷെ ഇവിടെ വെള്ളം ഉണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് നടന്നാലോ? പട്ടാളം കൈയൊന്ന് കാണിച്ചേ. നടന്നു കണ്ട ഇപ്പോഴാ വെട്ടം വന്ന്. നേരെ നോക്കി നടന്നാ മതി. നല്ല രസമുണ്ട് അവർ നടന്നു പോകുന്നത്, നോക്കിയേ. അപ്പോൾ അതെ ഞങ്ങൾ കടലിൽ നിന്ന് തിരിച്ച് കയറി കേട്ടോ. വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് കയറി. അപ്പോൾ കുറേ ദിവസം, അതായത് എനിക്ക് തോന്നുന്നു ഒത്തിരിയായി നമ്മളിങ്ങനെ കടലിലോട്ട് വന്നിട്ട്, മീൻസ് ഈ ഒരു വേലിയിറക്കത്തിന് വന്നിട്ട് കുറേ ആയി. നമ്മൾ ആ ടീച്ചർ വന്ന സമയത്ത് ജാബറും നമ്മളും ടീച്ചറും എല്ലാം കൂടെ ഒരു പ്രാവശ്യം അപ്പൽ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ലാസ്റ്റ് വന്നത്, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ കണ്ടായിരുന്നു നല്ല പദമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഇന്നലെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും ഞാൻ, സുൽഫത്തിൻ്റെ ഉമ്മ, സുൽഫത്തിൻ്റെ ഇത്ത, ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് വന്നു കേട്ടോ. പിന്നെ അപ്പൽ പിടിക്കുന്ന ഒരാളിനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, വേറെ അധികം ആരെയും കണ്ടില്ല. പക്ഷേ ഇന്നലെ ഒത്തിരി ആൾക്കാർ അപ്പൽ പിടിക്കാനുണ്ടായിരുന്നു, കുറേ പേർക്ക് അപ്പൽ കിട്ടി. അപ്പൽ മീൻസ് നമ്മുടെ നീരാളി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്ത് ചെയ്യുന്ന ബാക്കി അവരെന്ത് ചെയ്യേ? അതെ, അവർ നടന്നു വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഒരു സായാഹ്നമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.